ഹായ് നമസ്കാരം. ഞാനിന്ന് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു രസമാണ് ഉണ്ടാക്കുന്നത്. മുതിര രസം. ഇത് വറുത്ത മുതിര നല്ലതുപോലെ കഴുകി 2 പ്രാവശ്യം അരിച്ചെടുത്തിന്. ഈ മുതിരയിൽ ധാരാളം കല്ലുകളുണ്ടാകും. അരിച്ച് കുക്കറിലാണ് വേവിക്കുന്നത്. അടുപ്പത്ത് വേവിക്കുക, ചട്ടിയിൽ വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് വേവിക്കുക. പക്ഷേ തിളച്ച വെള്ളത്തിൽ മുതിരയിട്ട് കൊടുത്താൽ പെട്ടെന്ന് വേവും. ചെറുപയറിനെക്കാട്ടും കുറച്ച് കൂടുതൽ വേവുണ്ട് മുതിരക്ക്. ഇന്ന് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു 5 വിസിലടുപ്പിക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. മുതിര അരച്ച് ചേർത്തിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമെല്ലാം രസം ഉണ്ടാക്കിന്. ഇന്ന് വെള്ളം മാത്രം എടുത്തിട്ടാണ്. ഇന്ന് അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് വെള്ളം എടുത്തിട്ടാണ്. അതിൻ്റെ മുതിര വറവോ മറ്റെന്തെങ്കിലും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. മുതിര നന്നായിട്ട് വേവിക്കണം. മുതിര വേവുമ്പോഴേക്കും ഉള്ളി മുറിച്ച് വെക്കുക. വെളുത്തുള്ളി ചതച്ച് വെക്കണം. 2 പച്ചമുളക് എടുക്കുന്നുണ്ട്, ചെറിയ ഒരു തക്കാളി, ചെറുതില്ലാത്തതുകൊണ്ട് ഒരു വലിയ തക്കാളി, കുറച്ച് കറിവേപ്പില, മല്ലിയില. ബാക്കി വേണ്ടുന്നതെല്ലാം പൊടികളാണ്. കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളീൻ്റെ അളവ് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് നല്ല പുളിയുള്ള പുളിയായതുകൊണ്ട് പിന്നെ ഈ തക്കാളിയും പുളിയുള്ള മോഡലാണ്. നാടൻ തക്കാളിയാണ്. അതിന് പുളി കുറച്ച് കൂടുതലാണ്. പിന്നെ ഈ മുതിര സ്ഥിരം കഴിച്ചാൽ തടി മെലിഞ്ഞു പോകും. എല്ലാ ദിവസവും കഴിക്കുന്നവരത് തടി കൂട്ടാനുള്ളതാണ് കഴിക്കേണ്ടത്, തടി മെലിയായിട്ട്. പക്ഷേ ഇത് പ്രോട്ടീൻ ധാരാളം ഉണ്ട്, ഫൈബർ ധാരാളം. ഈ മഴക്കാലത്ത് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു രസം തന്നെയാണ് ഈ മുതിര രസം. പ്രായഭേദമന്യേ എല്ലാ അസുഖമുള്ളവർക്കും കഴിക്കാം. ഈ മൂർച്ഛിച്ച രക്തപാതം ഉണ്ടായിട്ട് പൊട്ടുന്ന അവസ്ഥയിൽ ഉള്ളവർ മാത്രം കഴിക്കണമെന്നാണ് ആയുർവേദത്തിൽ ഈ മുതിരനെ പറ്റി പറയുന്നത്. ഇങ്ങനെ ചേന ചെത്തിയ പോലെ എന്നെല്ലാം പറയുന്നില്ലേ, ആ രീതിയിലുണ്ടാവും ചിലവർക്ക് രക്തപാതം. ആ അവസ്ഥയിൽ ഈ മുതിര കഴിക്കരുത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. ഇനി ഇതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം, മല്ലിയില, കറിവേപ്പില. ഇന്ന് രസം വെക്കാൻ കാരണം ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഈ തണുപ്പായതിനു ശേഷം ചൂടുവെള്ളത്തിലായിരുന്നു. ഇളം ചൂടുവെള്ളത്തിലാണ് തലവൊളിക്കൽ. ഇന്നലെ പച്ചവെള്ളത്തിൽ കുടിച്ച് നോക്കുമ്പോൾ ഇന്നലൊക്കെ തണുപ്പ് പിടിച്ച്. അതാണ് ഞാൻ ഇന്നീ രസം ഉണ്ടാക്കുന്നത്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂണ്, ജീരകപ്പൊടി 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടിയാണ് 1 ടീസ്പൂണ്. പിന്നെ ജീരകം ചേർക്കുക. ഉലുവ കുറച്ച് ജീരകം ചേർക്കണമായിരുന്നു. ഇത്രയും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് അടുപ്പത്ത് വെക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി കായം ചേർക്കാനുണ്ട്. പിന്നെ മുതിര ഇത് വേവുമ്പോഴേക്കും മുതിര റെഡിയാവുമല്ലോ. അത് 4 വിസിലടിച്ച് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കുറുക്കണം. ഇത് മൺചട്ടിയിലോ സ്റ്റീലിൻ്റെതിലോ പാചകം ചെയ്യുന്നതാണ് നല്ലത്. അലുമിനിയം ഉപയോഗിക്കാൻ പാടില്ല. പുളി നന്നായിട്ട് ചേർക്കുന്ന ഒരു കറി ആയതുകൊണ്ട് അലുമിനിയം പാത്രത്തിൽ ഈ രസം ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ ഇത് അടച്ചു കൊടുക്കുക. ഈ തക്കാളി വേവുന്നതാണ്. ഇതിൻ്റെ തക്കാളി ഉള്ളി ഒന്ന് വേവുകയെ വേണം. അപ്പോഴേക്ക് മുതിര എല്ലാം വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ മുതിരേൻ്റെ വെള്ളമോ മുതിര അരച്ച് ചേർക്കലാന്ന് അങ്ങനെ ഏതും ചെയ്യുക. അടച്ചു കൊടുക്കട്ടെ. ചിലരുടെ ധാരണ ഈ മുതിര എന്ന് പറയുന്നത് കുതിരക്കും കാളക്കെല്ലാം കൊടുക്കുന്ന ഒരു പയറുവർഗ്ഗമാണെന്നാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ളതാണ്. ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്ന സാധനം തന്നെയാണിത്. ഞാനിതിൽ ഒരു ചെറിയൊരു കഷ്ണം കായം ചേർത്ത് കൊടുത്തു.
പൊടി ചേർക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ പൊടി തീർന്നിനായിരുന്നു. തക്കാളി വെന്തിട്ടില്ല. മുതിര നന്നായി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കട്ടി കൂടിയ രസം വേണമെങ്കിൽ ഇത് കുറച്ച് അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇത് തോരൻ ഉണ്ടാക്കാം. ഈ മുതിര വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുതിര വീണാതൊന്നും ഒന്നുമില്ല, ഓരോന്ന് നല്ല പാകത്തിന് വെന്തതാണ്. ഇനി ഉപ്പ് നോക്കാം. മുതിര ഉപ്പിടാണ്ട് വേവിച്ചതല്ലേ. ഉപ്പിൻ്റെ ഈ രസത്തിൻ്റെ മല്ലിയിലേൻ്റെയും കുരുമുളകിൻ്റെയും കായത്തിൻ്റെയും ഈ പുളീൻ്റെയും എല്ലാം രസം ഇങ്ങനെ തുല്യത്തിലങ്ങ് വരണം. അടിപൊളിയാണ് ഈ രസം. മുതിര വെള്ളം ചേർത്താൽ പിന്നെ ഒന്ന് തിളച്ചാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്യാൻ. തിളച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ചു. കടുകിട്ടിന് 2 മണി ഉലുവ ഞാൻ ഉലുവേൻ്റെ പൊടി ചേർത്തിരുന്നു. ചുവന്ന ഉള്ളി, കറിവേപ്പില, ഉണക്കമുളകിൻ്റെ മുളക് പൊടി ചേർത്തിട്ടില്ല. ഞാൻ കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. രസത്തിന് കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റാണ് വേണ്ടത്. നമ്മുടെ രസം ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ്. ടേസ്റ്റ് പോരാതെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. തണുപ്പ് കാലത്ത് കഴിക്കേണ്ടതാണ്. ശരീരബലം കൂട്ടും. ഓസ്റ്റിയോപോറോസിന് അയൺ അതെല്ലാം കൂട്ടുന്നതാണ് ഈ രസം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.